അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹങ്ങളും കരുണകളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേൽ ആവശ്യമേക്കും പാർക്കുമാറാകണമേ. ഞങ്ങളുടെ സൂക്ഷണമേ, ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങള് വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സൂക്ഷണത്തിനൊക്കെ രമ്യവും ഞങ്ങളുടെ നമസ്കാരത്തിനൊക്കെ പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷത്തിനൊക്കെ സ്വീകാര്യവും. മരവും ഇഷ്ടികയും സിമന്റും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയ കെട്ടിടങ്ങൾ വേണമെങ്കിൽ നിർമ്മിക്കാൻ വൈദഗ്ധ്യമുണ്ട്. എന്നാൽ നമ്മുടെ കെട്ടിടങ്ങൾ ഭവനമായി തീരുന്നത് അതിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മിശ്രിതം ചേർക്കുമ്പോൾ, അപ്രകാരം ഒരു ഭവനം ക്രിസ്തീയ ഭവനമായി തീരുന്നത് ക്രിസ്തുവിനെ കൂടെ ഉൾക്കൊള്ളുവാൻ ഈ ഭവനത്തിൽ പാർക്കുന്ന ആളുകൾക്ക് സാധ്യമാകുമ്പോഴാണ്. പ്രത്യേകിച്ച് ഈ ഭവനം ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായി പ്രിയ മക്കൾക്ക് ഇവിടെ ഇപ്രകാരം മനോഹരമായൊരു ഭവനം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവസരം നൽകി. സക്കായിയുടെ ജീവിത സംഭവമാണ് സുവിശേഷമായി നാം വായിച്ചു കേട്ടത്. ജീവിതത്തിൽ ഭൗതികമായ എല്ലാ നന്മകളും ഉണ്ടായിരുന്നു. എന്നാൽ സക്കായിയുടെ ഭവനം ഒരു ഭവനമായി തീരുന്നത് ക്രിസ്തു ആ ഭവനത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ്. ഇവനും അബ്രഹാമിന്റെ മകനാണ് എന്ന് ലോകത്തോട് കർത്താവ് വിളിച്ചു പറയുകയാണ്. അപ്രകാരം ഈ ഭവനം ചെയ്യുന്ന കാര്യങ്ങൾ സത്യവിശ്വാസത്തോടെ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. യാചന ശബ്ദം മുടക്കരുതേ.